ക്രിസ്തുയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഇന്ന് യേശുവിൻ്റെ മനസ്സ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്, ക്രിസ്തീയ സാക്ഷ്യത്തെക്കുറിച്ച് അടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. തിരുവചനത്തിൽ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയ പരമ്പരയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനൊക്കെ പോകുന്നത് യേശുവിൻ്റെ മനസ്സ്, ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യത്തെ ആധാരമാക്കിയാണ്. നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ അവിടെ മലയാളത്തിൽ പറയുന്നത് ക്രിസ്തേശുവിലുള്ളതായ ഭാവം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിൽ മനസ്സിനെക്കുറിച്ച് പല വാക്കുകൾ, അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ പറയുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനൊക്കെ സാധിക്കും. ഒന്നാമതായിട്ട് പറയുന്നത് നികൃഷ്ട ബുദ്ധിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് എ റിപ്രൊബേറ്റ് മൈൻഡ്. അതുപോലെ തന്നെ റോമാലേഖനത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്നത് ജഡീയമായ, ജഡത്തിൻ്റെ ചിന്ത കൂടിയതായ കാർണൽ മൈൻഡ്. അതുപോലെ തന്നെ കൊലോസ് ലേഖനത്തിൽ ജഡമനസ്സിനെക്കുറിച്ച് ഫ്ലഷി മൈൻഡ്. അതുപോലെ തന്നെ വീണ്ടും തീത്തോസിന് എഴുതുമ്പോൾ അവരുടെ ചിത്തവും മനസാക്ഷിയും, അതായത് ഒരു ഡിഫൈൽഡ് മൈൻഡ്. അപ്പോൾ ഇതൊക്കെയും കാണിക്കുന്നത് ഈ ഭൂമിയിൽ മനസ്സിൻ്റെ അവസ്ഥ എപ്രകാരമുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 4 പറയുന്നുണ്ട്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയത്, അതായത് കുരുടായ മനസ്സ്, അല്ലെങ്കിൽ എ ബ്ലൈൻഡഡ് മൈൻഡ്. വീണ്ടും അപ്പോൾ ഇതൊക്കെയും നാം കാണുന്നത് എന്താണ്? അതായത് ജഡീകത, ആത്മീയത, അല്ലെങ്കിൽ ദൈവികമല്ലാത്തതായ അല്ലെങ്കിൽ നികൃഷ്ടമായ മനസ്സ്, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയും മനസ്സിൻ്റെ പലതരത്തിലുള്ളതായ അവസ്ഥകളെക്കുറിച്ചാണ്. എന്നാൽ അത് നിഷേധാത്മകമാണ്. എന്നാൽ കുറേ കൂടി അനുഭാവകരമായ വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ സുബോധത്തിൻ്റെ മനസ്സ്, അല്ലെങ്കിൽ സുബോധത്തിൻ്റെ ആത്മാവിനെ കർത്താവ് തരുന്നതായിട്ട്, അല്ലെങ്കിൽ ദ സൗണ്ട് മൈൻഡ്. അതുപോലെ തന്നെ എ ഫെർവൻ മൈൻഡ്, അതായത് എരിവോട് കൂടിയതായ മനസ്സ്. അപ്പോൾ അതുപോലെ തന്നെ എ ഹംബിൾ മൈൻഡ്, എ വില്ലിങ് മൈൻഡ്, എ റെഡി മൈൻഡ്. അപ്പം ഒരു ഭാഗത്ത് നിഷേധാത്മകമായ കാര്യങ്ങളാണ്, മനസ്സിൻ്റെ അവസ്ഥ. വേറൊരു ഭാഗത്ത് കുറേ കൂടി നമുക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നതായ മനസ്സിനെ കുറിച്ച്. അപ്പോൾ നാം ചിന്തിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ മനസ്സ്. യേശുക്രിസ്തുവിൻ്റെ മനസ്സ് എപ്രകാരമുള്ളതാണ് എന്ന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തൻ്റെ ജീവിതചര്യകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് 2-ൽ ഞാൻ വായിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതായത് അനുസരിക്കുന്നതായ ഒരു മനസ്സ്. ഭൗമിക ജീവിതത്തിൽ നമുക്കറിയാം മനുഷ്യൻ ബലഹീനനാണ്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ എല്ലാം കൊണ്ടും മനുഷ്യരെ പോലെ ആയിരുന്നു. എന്നാൽ എല്ലാ തരത്തിലും താൻ എല്ലാ തരത്തിലും മികവുള്ള, അല്ലെങ്കിൽ അനുസരിക്കുന്നതിൽ ഏറ്റവും മികവുള്ള വ്യക്തിയായിരുന്നു. ആ യേശുക്രിസ്തുവാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രകാരം പറയാണ്, ഞാൻ സൗമ്യനും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും എളിമയുള്ള, സൗമ്യതയുള്ള ഒരു മനസ്സുള്ളവനായിരുന്നു. അതുപോലെ തന്നെ ആ എളിമയുള്ളതായ മനസ്സിൽ ഒരിക്കലും അഹങ്കാരം, പ്രൗഢി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിനെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് പത്രോസ് പറയുകയുണ്ടായി. അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ മനുഷ്യൻ്റെ മനസ്സും അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എപ്രകാരമാണ് യേശുവിൻ്റെ മനസ്സ് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ മുമ്പേ വായിച്ചു, തന്നെത്താൻ താഴ്ത്തുന്നതിനെക്കുറിച്ച്, അതായത് അനുസരണയുള്ളവനായി,
അതിനെക്കുറിച്ച് പറയുന്നത്, അതായത് ഫിലിപ്പിയ ലേഖനത്തിൽ മുമ്പേ വായിച്ചു, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തു അനുസരിക്കുന്ന ഒരു മനോഭാവമുള്ളതായ, മനസ്സുള്ളതായ ഒരു വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നാം കാണുന്നത്. അതുപോലെ തന്നെ യേശു ക്രിസ്തു എപ്പോഴും തൻ്റെ ഇഷ്ടമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നാം ചെയ്യുന്നതോ ഞാനെന്ന ഭാവം കൂടുതലായിട്ട് എടുത്തെടുത്ത് കാണുവാൻ തക്കവണ്ണം നാം ആകുന്ന ഓരോ വ്യക്തികളിലുമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയല്ലായിരുന്നു. യേശു ക്രിസ്തു മറിച്ചുള്ളതായ ഒരു ജീവിതമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് കാണുമെന്നൊക്കെ സാധിക്കും. അത് മറ്റെങ്ങുമല്ല, ഗെത്സമന തോട്ടത്തിൽ അതേ തന്നെ 3 ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിപ്പാൻ വേർവിട്ട് മാറിയതായ സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യന്മാരെ ഒരിടത്താക്കിയതിന് ശേഷം യേശു ക്രിസ്തു വേറെ തനിച്ചെന്ന് പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ ചുമക്കുന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതേ എത്രമാത്രം അതിന് ഭാരം അല്ലെങ്കിൽ പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ വിവരണത്തിൽ കാണിക്കുന്നത്, തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിന് പകരം രക്തമായിട്ട് അതേ രക്തധാരയാണ് ഉണ്ടായത്. അപ്പോൾ തൻ്റെ വിയർപ്പുകളൊക്കെയും രക്തമായിരുന്നു. അത്രമാത്രം ഭാരം വഹിച്ചതായ സാഹചര്യത്തിലാണ് പ്രകാരം പറയുന്നത്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ താൻ എത്രമാത്രം ദൈവത്തിൻ്റെ ഇഷ്ടം തന്നിൽ നിറവേറുവാൻ തക്കവണ്ണം ആണ് പ്രാർത്ഥിക്കുന്നത്, ഇച്ഛിക്കുന്നത്. അപ്പോൾ അനുസരണയുള്ളതായ മനസ്സ്, അതേ ക്രിസ്തു എപ്പോഴും എല്ലാ തരത്തിലും ദൈവിക ഇഷ്ടം തന്നിൽ നിറവേറുവാൻ തക്കവണ്ണം ആയിരുന്നു തൻ്റെ ആഗ്രഹം. അതേക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 8:9 അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകനെക്കുറിച്ച് പറയുന്നത്, യെശയ്യാ പ്രവാചനം 53-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, താൻ സ്വയമായിട്ട് തന്നെത്താൻ താഴ്ത്തുന്നത്, അതായത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതി എന്താണ്? ദൈവം അവനെ ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം അവനെ അടിക്കുകയാണ്. എന്നാൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാകുന്നു ഈ വേദനകളൊക്കെയും വഹിച്ചത്, ഈ അടികളൊക്കെയും ഈ ശിക്ഷകളൊക്കെയും ഏറ്റത്. അതെ, അവൻ്റെ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ അത് 53 വളരെ വിശദമായിട്ട് അത് വിവരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവത്തിൽ അതേ താൻ പറയുകയുണ്ടായി, എന്താണ്? അതെ, അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെടേണ്ടതിന്, അതായത് യോഹന്നാന്റെ സുവിശേഷം 17:19 ഞാൻ വായിക്കുന്നത്, അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു. അതായത് യേശു ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമാകുന്നതായ സാഹചര്യമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് കാണുമ്പോൾ നാം എന്താണ് കാണുന്നത്? അതെ, താൻ പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിക്കുന്നതായ ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ അനുസരണ മനോഭാവമുള്ള വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ തനിക്ക് ഒരു ഉറച്ച മനസ്സുണ്ടായിരുന്നു. അതായത് താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നതായിട്ട്, ഒരിക്കലും ചാഞ്ചലപ്പെടാതെ അതേ രക്ഷാപദ്ധതി തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറുവാൻ തക്കവണ്ണം ആണ് ഇടയായിത്തീർന്നു. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഉറച്ച മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ അത് 50-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കും. നമുക്കറിയാം ഈ തീക്കല്ല്, അതായത് ഫ്ലിൻറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത്, അത് വളരെ ഉറച്ച കല്ലാണ്. അതിൽ നിന്ന് അത് രണ്ടും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ തീ കത്തുകയാണ്. അപ്പം അതുപോലെയുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എന്താണ്? ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. അപ്പോൾ അതുപോലെയായിരുന്നു യേശു ക്രിസ്തുവും. ഉറച്ച മനസ്സോടുകൂടിയായിരുന്നു തൻ്റെ ഭൗമിക ജീവിതം. അതേ ആയതുപോലെ തന്നെ യേശു ക്രിസ്തു പല പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും യെരുശലേമിൽ പോകുവാൻ തക്കവണ്ണം വൈമുഖ്യമുണ്ടായിരുന്നു. അത് തൻ്റെ ശിഷ്യന്മാരും അതിനുവേണ്ടിയുള്ള അല്ലെങ്കിൽ തനിക്ക് അവിടെ പ്രയാസങ്ങളുണ്ടാകും, തൻ്റെ അവസാന നാളുകളിൽ അതിന് നാളടുത്തായ സമയത്ത്, പ്രത്യേകിച്ച് തൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ സമയം അടുത്തായ സാഹചര്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്,
അവൻ എരുസലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. തനിക്ക് മുൻപായിട്ട് അതിന് തൻ്റെ ദൂതന്മാരെ അയച്ചു, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ അയച്ചു അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി. അപ്പോൾ അവിടെ അതുവരെയും പോകുന്നില്ല എന്നുള്ള ചിന്തയായിരുന്നാൽ അവിടെ തൻ്റെ സമയമായതുകൊണ്ട് താൻ യാത്ര ചെയ്യുവാൻ വേണ്ടി ഉറപ്പിച്ചു എന്ന് നമുക്കവിടെ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. ആയതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ അത് പാപമില്ലാത്തതായ ഒരു മനസ്സായിരുന്നു, അല്ലെങ്കിൽ ജീവിതമായിരുന്നു. അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് എന്താണ്? നമ്മോട് പറയുന്നത് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:22 ഞാൻ വായിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രമാത്രമുള്ള ഒരു ജീവിതമാണ്, അതായത് വളരെ വിശുദ്ധിയുള്ളൊരു ജീവിതമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അതെ, അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ എത്രമാത്രം പരീക്ഷകളുണ്ടോ അതിലൊക്കെയും കർത്താവ് കടന്നു എന്നാൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് 1 യോഹന്നാൻ 3:5 പറയുന്നത് അവനിൽ എന്തില്ല? പാപം ഇല്ല. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ലേഖനങ്ങൾ കാണുന്നത് യേശു പാപമില്ലാത്തതായ ഒരു വ്യക്തിയാണ്. അപ്പോൾ പാപമില്ലാതിരിപ്പാൻ തക്കവണ്ണം താൻ ഉറച്ച ഒരു തീരുമാനമുള്ളവനായിരുന്നു. അതുപോലെ തന്നെ താൻ ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ താനിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, അതായത് യേശുക്രിസ്തു പിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ അതേ നല്ല ഒരു മനസ്സുള്ളവനായിട്ട്, ഉറച്ച മനസ്സുള്ളവനായിട്ട് നമുക്ക് കാണുവാനൊക്കെ സാധിക്കുകയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അതൊക്കെയും പൂർണ്ണമായിട്ട് കാണുവാനൊക്കെ സാധിക്കുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ പൗലോസ് പറയുമ്പോൾ കൊലോസ് ലേഖനത്തിൽ 2:9 ഞാൻ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ നാം കാണുകയാണ് കണിശമായിട്ടും. യേശുക്രിസ്തു എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? പാപമില്ലാത്തവൻ, ഉറച്ച തീരുമാനമുള്ളവൻ, അതായത് ആത്മീയമായ നിറവുള്ളവൻ, എല്ലാ തരത്തിലും എളിമയുള്ളവൻ, എല്ലാ തരത്തിലും അനുസരണയുള്ളവൻ. അപ്പോൾ ഇതൊക്കെയും എനിക്ക് നിങ്ങൾക്കും ഒരു പാഠമാണ്. എന്ത്? ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അതേ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കുക. അത് പലപ്പോഴും നാം മലയാളത്തിൽ പാടാറുണ്ട്, യേശുവെ പോലെ ആകുവാൻ. അത് ആ കവിയുടെ ഒരു ആഗ്രഹമാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതേ യേശുവിനെ പോലെ ആകുന്നതിന് പകരം സ്വയമായിട്ട് അല്ലെങ്കിൽ സ്വയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുക, അതല്ല വേണ്ടത്. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതേ പറയുണ്ടായി, അതായത് നമുക്ക് അവൻ്റെ ഹൃദയത്തെ അവനെപ്പോലെ യേശുവിനെ പോലെ ആകുക, യേശുവിനെ പോലെ ആയിത്തീരുവാനൊക്കെ വേണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 11 നാം വായിക്കുന്നത് 28 മുതൽ 30 വരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ഭൂമിയിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ളവർ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അവൻ നമുക്ക് വേണ്ട ആശ്വാസം തരും. യേശുവാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ആയതുകൊണ്ട് യേശുക്രിസ്തു വീണ്ടും വെളിപാട് പുസ്തകത്തിൽ 3:20 ഇപ്രകാരം പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ ആ വലിയ ഒരു അത്താഴ സദ്യയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് എപ്രകാരമാണ്? എന്താണ്? നാം നമ്മുടെ വാതിലുകൾ തുറന്ന് യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ നാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുമ്പോൾ കണിശമായിട്ടും എന്താണ്? അവൻ നമ്മുടെ ഹൃദയവാതിൽ തുറന്ന് അകത്ത് വന്ന് അത് നമ്മോടുകൂടി അത്താഴം കഴിക്കുന്നതായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അവിടെ കർത്താവായ യേശുക്രിസ്തു വെളിപാടുകാരനായ യോഹനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, അതെ, നാം നമ്മുടെ മനസ്സ് എപ്രകാരമുള്ളതാകണം? ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു, അതായത് യേശുവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് ഇരിക്കണം. ആയതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളതായ വ്യക്തികൾ എപ്രകാരമുള്ളവരാണ്? അവർക്ക് അവരൊരു തുറന്ന മനസ്സുള്ളവരായിരിക്കണം.
അതേ പ്രത്യേകിച്ച് പറയുമ്പോൾ അതേ whoever will, വീണ്ടും വെളിപാടുകാരൻ 22:17 പറയുന്നത്, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ യേശുക്രിസ്തു തരുന്നതായ ഈ ജീവജലത്തിന് നാം വില കൊടുക്കേണ്ടതായ ആവശ്യമില്ല. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ലോകത്തിൽ മനുഷ്യൻ ചുറ്റുപാടുകൾ കാണുന്ന അനവധിയായ കാര്യങ്ങൾ ഒന്ന് ഞാൻ വിവരിക്കുകയാണ്. അതായത് മനുഷ്യർ വളരെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അതേ ക്രിസ്ത്യാനികൾ മണർകാട് പള്ളി അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളി അങ്ങനെയുള്ളതായ പള്ളികളിലൊക്കെയും പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവിടെയൊക്കെയും പോയി അവരുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഉരുൾ നേർച്ച അല്ലെങ്കിൽ ആ നേർച്ച ഈ നേർച്ച മറ്റ് അനേക നേർച്ചകൾ നടത്തുകയാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെയും ശബരിമലയ്ക്ക് പോവുക അല്ലെങ്കിൽ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെയും പോകുന്നതിന് വേണ്ടിയാണ്. അത് അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ്. എന്നാൽ ഇവിടെ കർത്താവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്നതായ എന്താണ്? അത് സൗജന്യമായിട്ട് വാങ്ങുവാൻ തക്കവണ്ണമാണ്. അതായത് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ട് വാങ്ങട്ടെ. അപ്പോൾ അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? മനഃപൂർവ്വമായിട്ട് ഒരു മനസ്സുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വീണ്ടും തന്നെ വിശ്വാസികളോടായിട്ട് പറയുന്നത്, കൊരിന്ത്യർ ലേഖനം 2:16, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിക്കുന്നവർ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുക എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് എപ്രകാരമുള്ളതായിരുന്നു. അത് മനഃപൂർവ്വമായിട്ട് ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം, ദൈവഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഒരു തികഞ്ഞ മനസ്സുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്, അതെ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് എപ്രകാരമുള്ളതാണെന്ന് വീണ്ടും നമുക്ക് വായിക്കാൻ തക്കവണ്ണം സാധിക്കും. അത് ഒരിക്കലും ദൈവം മറ്റുള്ളവരുടെ, അതായത് ഇന്ന വ്യക്തികളെ അവർക്ക് വേണ്ടി പ്രത്യേകത അങ്ങനെ ഒരു മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം എല്ലാവർക്കും വേണ്ടി തുല്യനാണ്. തന്നെ വിശ്വസിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണമാണ് ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ജാതനായത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതായത് യേശുവിനെ പോലെ നാം ജീവിക്കണം. അതേക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നത് കൊരിന്ത്യർ ലേഖനം 6:16, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? അതായത് നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുകയും അതുപോലെ തന്നെ യേശു ക്രിസ്തു നമ്മിലായിരിക്കുകയും ചെയ്യുക. അതിനെക്കുറിച്ച്, അതായത് ഈ യേശു ക്രിസ്തുവിൻ്റെ ജീവിതഭാവം നമുക്കുള്ളത് എപ്രകാരമാണ് എന്നുള്ളതിനെക്കുറിച്ച് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഒക്കെയും, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പൂർണ്ണമായും യേശു ക്രിസ്തുവിലായിരിക്കണം. യേശു ക്രിസ്തുവിൽ വളരുക, യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുക, യേശുവിനെ പോലെ ആകുക. ഇതൊക്കെയും ചെയ്യുമ്പോൾ കണിശമായിട്ടും നമുക്ക് യേശുവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ തക്കവണ്ണം സാധിക്കും. അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, 8:10 പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നതായ ഓരോ വ്യക്തികളും നാം എങ്ങനെയുള്ളവരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. അതായത് ദൈവത്തിൻ്റെ മകളാകുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും യേശു ക്രിസ്തു ക്ഷണിക്കുന്നത്. അപ്പോൾ ആ ക്ഷണം സ്വീകരിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും യേശുവിൻ്റെ മനസ്സുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും. അതേ കൊലോസ്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു 16, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മിൽ വസിക്കുക, അതായത് നിങ്ങൾ വസിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ദൈവിക നിറവുള്ളവരായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിട്ട് ഇരിക്കണം. അതായത് യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെയും മാറ്റമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ തന്നെയും മാറ്റമുണ്ടാകും. അപ്പോൾ ആ ജീവിതത്തിൽ മാറ്റമുണ്ടായതായ ജീവിത അനുഭവമുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിലുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയിലും നമ്മുടെ പോക്കിലും വരവിലും ചിന്തകളിലും ഒക്കെ ഉണ്ടാകണം. അതിനെക്കുറിച്ച് പറയുന്നത് എഫേസ്യ ലേഖനം 3:17, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ ക്രിസ്തുവിൽ ഉരുവാകുവോളം, അതായത് ഇപ്പോൾ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം, ഇപ്പോൾ ക്രിസ്തു നിങ്ങൾ ഉരുവാകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മുടെ ജീവിതത്തിൽ രക്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ രക്തം ഓടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ രക്തഓട്ടം നിലയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു, അതോടുകൂടി നാം അവസാനിക്കും. എന്നാൽ ക്രിസ്തു നമ്മിൽ ഉരുവാകുകയാണെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ രീതികൾ, നമ്മുടെ പോക്കുകൾ, വരവുകളൊക്കെയും ക്രിസ്തുവിലുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ വിസ്തരിച്ച് പറയുമ്പോൾ പ്രകാരമാണ് പറയുന്നത്. സഹോദരന്മാരെ, ഫിലിപ്പി ലേഖനിൽ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പോൾ അവിടെ ഒരു വലിയ കാര്യമാണ് ഈ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഫിലിപ്പി ലേഖനത്തിൽ തരുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, പ്രത്യേകിച്ച് പറയുമ്പോൾ നാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതായ ക്രിസ്തീയ വിശ്വാസികളെ എന്താണ് സത്യമായതൊക്കെയും ഘനമായതൊക്കെ. ഇപ്പം സത്യമായതെന്ന് പറയുന്നത് അസത്യമായതല്ല, പിന്നെയോ സത്യമായത് മാത്രം വിശ്വസിക്കുക. ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. അപ്പോൾ ആ ഒരു സത്യം മാത്രം നാം വിശ്വസിക്കുക. അതുപോലെ തന്നെ ഘനമായത്. ഇപ്പോൾ ഘനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഈയക്കെട്ടിക്ക് നല്ല ഘനമുണ്ട്. ആ ഈയക്കെട്ടി എന്നാൽ അത് വെള്ളത്തിൽ താണു പോവുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങളുള്ളപ്പോൾ അത് ദൈവത്തിൻ്റെ തുലാസിൽ അത് കട്ടിയായിട്ടുള്ളതായിരിക്കണം. അത് ദൈവികമായിട്ട് നിലനിൽക്കുന്നതായിരിക്കണം. അതല്ലാതെ ഈ ഭൗമികമായി കാണുന്ന അനേക കാര്യങ്ങളുണ്ട്, അതൊക്കെയും നാം ഇങ്ങനെ ഒന്നുമില്ലായ്മയിലേക്ക് കളഞ്ഞിട്ട് പോകേണ്ടതാണ്. എന്നാൽ അതല്ല, പിന്നെയോ ഘനമായതൊക്കെയും ദൈവത്തിൻ്റെ തുലാസിൽ അതെ തൂങ്ങുന്നതായി അല്ലെങ്കിൽ കട്ടിയോടായിട്ടുള്ളതായിരിക്കണം. നീതിയായതൊക്കെയും, അതെ നീതിയും അനീതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ആയതുകൊണ്ട് നീതി, ദൈവികമായുള്ള നീതി, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീതിയായ അനേക കാര്യങ്ങൾ ചെയ്തു, അതൊക്കെയും. ആയതുപോലെ തന്നെ നിർമ്മലമായതൊക്കെയും. നിർമ്മലത എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ അതായത് സ്വർണ്ണക്കാരൻ എപ്രകാരം സ്വർണത്തിൻ്റെ മാറ്റ് പരിശോധിക്കുന്നുവോ ആയതുപോലെ നിർമ്മലമായത്, ദൈവസന്നിധിയിൽ നിർമ്മലമായത്, അതുപോലെ രമ്യമായത്, അതായത് ആഗ്രഹിക്കത്തക്ക, അതുപോലെ തന്നെ സൽകീർത്തിയായത്. അത് നമുക്കറിയാം, ദുഷ്കീർത്തിയുണ്ട്, സൽകീർത്തിയുണ്ട്. അപ്പോൾ ദുഷ്കീർത്തി എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അത് പലപ്പോഴും കള്ളന്മാരും കൊലപാതകളും ചെയ്യുന്ന ദുഷ്കീർത്തിയായിട്ട്, അല്ലെങ്കിൽ അതൊരു മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളുവെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിലുണ്ടാകുക. അപ്പോൾ യേശു ക്രിസ്തു മനസ്സ് നമ്മിലുണ്ടെങ്കിൽ കണിശമായിട്ടും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ അതേ സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത് ഒക്കെയും രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും എന്തു ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഭാഗമായിരിക്കും. അതായിരിക്കും നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആയതുകൊണ്ട് നമ്മെ കാണുന്നവർ കണിശമായിട്ടും അതെ യേശു ഉള്ളവൻ എന്ന് പറയുവാനൊക്കെ സാധിക്കും. ആയതുകൊണ്ട് യേശുവിൻ്റെ മനസ്സുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അടികൾക്കായി ഒരുക്കി വെച്ചതായ ഈ വചന ശുശ്രൂഷയ്ക്ക് നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ അതേ ഭൗമിക ജീവിതത്തിൽ അനവധിയായ ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ അതല്ല പിന്നെയോ നന്മയായത്, രമ്യമായത്, ദൈവത്തിന് ആഗ്രഹിക്കത്തക്കത്, ദൈവികമായത് പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമേ കണിശമായിട്ടും ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ കൂടുതലായതെങ്കിലും ചോദിക്കുവാനോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ ഞങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്നതായ മേൽവിലാസത്തിൽ എഴുതുക. കണിശമായിട്ടും ഹോപ്പ് ചാനൽ ടീം അംഗങ്ങൾ നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.